ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. നിങ്ങളുടെ സ്വന്തം മുഷ്താഖ് സാറാണ്. നമ്മുടെ SSLC ഓണം എക്സാമിൽ അറബിക്കിൽ എന്തായാലും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഫീലുൽ മാളി, ഫീലുൽ മുളാരി എന്നുള്ളതിനെ കുറിച്ചല്ലേ. ഫീലുൽ മാളിയെ കുറിച്ചിട്ട് ചോദ്യം ഉറപ്പാണ്, ഫീലുൽ മുളാരിയെ കുറിച്ചിട്ടും ചോദ്യം നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു പോയാൽ ഗ്രാമറിൻ്റെ ഭാഗത്തുനിന്ന് ഏത് ചോദ്യങ്ങൾക്കും നമുക്ക് അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം ഫീലുൽ മാളിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു, അതിനുശേഷം ഫീലുൽ മുളാരിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഓക്കെ അല്ലേ? ഫീലുൽ മാളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞു പോയൊരു കാലത്തിന് മേൽ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫീലുൽ മാളി എന്ന് പറയുന്നത്. പാസ്റ്റിൻ്റെ മേൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഫീലുൽ മാളി വരാറുള്ളത്. ഓക്കെ അല്ലേ? ഈ ഫീലുൽ മാളിയിൽ ഏത് മൂന്നക്ഷരമുള്ള മാളിയായ ഫീൽ എടുത്താലും ഇതേ രൂപത്തിൽ അത് വരികയുള്ളൂ. ഓക്കെ, ആദ്യം ഒന്ന് ഈ ചാർട്ട് വായിച്ചു നോക്കും മക്കളെ. ഫഅല ഫഅല ഫഅലു, ഫഅലത്ത് ഫഅലത ഫഅല. സെറ്റല്ലേ? നിങ്ങൾക്ക് കാണാതെ അറിയാലോ. ഫഅല ഫഅല ഫഅലു, ഫഅലത്ത് ഫഅലത ഫഅല. ഓക്കെ, ഇനി എവിടെയാണ് ഫഅല ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ഫഅല എന്നുള്ളത് ഉപയോഗിക്കേണ്ടത്, ഈ 6 എണ്ണം എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും കൂടി നമ്മൾ പഠിച്ചു വെച്ചാൽ മാളിയ ഫീൽ നമുക്ക് സെറ്റായി. ഓക്കെ, അതിനുള്ള ചാർട്ടാണ് ഈ ചാർട്ട്. നോക്ക് മക്കളെ, മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം എന്നാണ്, ഒരാൾ എന്നുള്ളതാണ് മുഫ്രദ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറിയാലോ. മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ടാൾ എന്നുള്ളതാണ് മുസന്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജമ എന്ന് പറഞ്ഞാലോ കുറേ ആളുകൾ എന്നുള്ളതിനാണ് ജമ എന്ന് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് കാണുന്നത് മുഫ്രദാണ്, അതായത് ഒരു വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ഭാഗത്ത് കാണുന്നത് 2 വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ഭാഗത്ത് കാണുന്നത് കുറേ പേർക്ക് വേണ്ടിയിട്ടാണ്. ഇനി മറ്റൊരു കാര്യം, മുദക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം എന്നാണ് അർത്ഥം, അതായത് പുരുഷൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കോളത്തിൽ ഇങ്ങനെ നേരെ കാണുന്നതെല്ലാം പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്, അതായത് ഈ ഭാഗത്ത് കാണുന്നതെല്ലാം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെ ഉപയോഗിക്കേണ്ടത് മക്കളെ? ഫഅല എന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? ഒരു പുരുഷനാണെങ്കിലാണ് ഫഅല എന്ന് ഉപയോഗിക്കുക. ഫഅല എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? പ്രവർത്തിച്ചു എന്നല്ലേ. അപ്പോൾ ഫഅല എന്ന് പറഞ്ഞാൽ അവൻ ഒരു പുരുഷൻ പ്രവർത്തിച്ചു എന്നല്ല അർത്ഥം വരിക. അപ്പോൾ ഫഅല എന്നുള്ളതോ, ഫഅല എന്നുള്ളത് മുസക്കറിനാണ് ഉപയോഗിക്കാറുള്ളത്, പക്ഷെ മുസന്നക്കാണ്, 2 പേർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫഅല എന്ന് പറഞ്ഞാൽ 2 പുരുഷന്മാർ പ്രവർത്തിച്ചു എന്നല്ല അർത്ഥം. ദാരിസാനി 2 വിദ്യാർത്ഥികൾ. അതിനുശേഷം നമ്മൾ ഫഅലയാണോ പറയേണ്ടത് അല്ലെങ്കിൽ ഫഅല എന്നാണോ പറയേണ്ടത്? ദാരിസാനി 2 വിദ്യാർത്ഥികൾ എന്നായതുകൊണ്ട് ഫഅല എന്ന് വേണം പറയാൻ, കാരണം ഇവർ 2 പേരുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഫഅലു എന്നുള്ളത് ജമ ആണ്, മുദക്കറാണ്, കുറേ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് പറയാറുള്ളത് അല്ലേ. ഇനിയോ ഫഅലത്ത് എന്നുള്ളത് മുഅന്നസിന് വേണ്ടിയിട്ടാണ്. മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീ അല്ലേ. അപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ ഫഅലത്ത് എന്നാണ് ഉപയോഗിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അൽ ബിന്തു ഒരു പെൺകുട്ടി ഫഅല എന്ന് പറയോ? ഇല്ല. കാരണം എന്താണ്? ഫഅലത്ത് എന്ന് പറയണം, കാരണം ബിന്ത് എന്ന് പറയുന്നത് പെൺകുട്ടിയാണ്, പെണ്ണിനിക്ക് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. ഒരു പെണ്ണാണെങ്കിൽ ഫഅല എന്നല്ല ഫഅലത്ത് എന്നാണ്. ഫഅലത്ത എന്ന് പറഞ്ഞാൽ 2 പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഫഅല എന്ന് പറഞ്ഞാൽ കുറേ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 6 ടേമുകൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് വളരെ അധികം മനസ്സിലായി. ഓക്കെ അല്ലേ? ഫഅല ഫഅല ഫഅലു, ഫഅലത്ത് ഫഅലത്ത ഫഅല. ഓക്കെ, സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഉദാഹരണം അല്ലേ, ഇവിടെ റജഅത്ത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇത് റജഅത്ത് എന്നുള്ളത് മുഫ്രദ് മുഅന്നസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫോം ഏതായിരിക്കടാ? റജ എന്നായിരിക്കും. എന്തായിരിക്കും? റജ എന്നായിരിക്കൂലേ. റജ ഫുള്ള് ഫില്ല് ചെയ്യൂ. റജ റജ റജഉ, പിന്നെ റജഅത്ത് റജഅത റജഅന. സെറ്റല്ലേ? റജഅന എന്നുള്ള രീതിയിൽ വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഏത് 3 അക്ഷരമുള്ള മാളിയായ ഫീൽ എടുത്താലും ഇതേ രൂപത്തിലുണ്ടാകുക. ഫഅല ഫഅല ഫഅലു, ഫഅലത്ത് ഫഅലത ഫഅൽന അല്ലേ. കതബ കതബ കതബു, കതബത്ത് കതബത കതബ്ന, ജലസ ജലസ ജലസു, ജലസത്ത് ജലസത ജലസ്ന. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ മക്കളെ, കുറേ പുരുഷന്മാർ ഇരുന്നു എന്ന് പറയാൻ എന്തായിരിക്കും പറയുക? ഇരിക്കുക എന്നുള്ള പദത്തിൻ്റെ അറബി ജലസ എന്നാണ്. അപ്പോൾ കുറേ പുരുഷന്മാരാണെങ്കിലോ, കുറേ പുരുഷന്മാരാണെങ്കിൽ ജലസ ജലസ ജലസു എന്നാണ് പറയേണ്ടത് അല്ലേ. ഇനി 2 പുരുഷന്മാരാണെങ്കിലോ ജലസ ജലസ എന്നാണ് പറയേണ്ടത്. ഇനി 2 സ്ത്രീകളാണെങ്കിലോ അൽ ബിൻതാനി, 2 സ്ത്രീകൾ ഇരുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ ബിൻതാനി എന്നുള്ളത് 2 ആണ്. അപ്പോൾ ജലസ ജലസ ജലസു ഒക്കെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ജലസത്ത് ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ജലസത്ത എന്നുള്ളതാണ് 2 സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ മാളിയ ഫീൽ നിങ്ങൾക്ക് സെറ്റ്. ഇനി നമ്മൾ നേരെ നോക്കാൻ പോകുന്നത് മുളാരിയ ഫീലാണ്. എന്താണ് മുളാരിയ ഫീൽ? മുളാരിയ ഫീൽ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിനെയോ അല്ലെങ്കിൽ പ്രസൻറ്റിനെയോ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനെയോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു കാലത്തെയോ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മുളാരിയ ഫീൽ ഉപയോഗിക്കാറുള്ളത്. സെറ്റ് അല്ലേ? ഈ മുളാരിയ ഫീലിൻ്റെ ടേം ഈ രൂപത്തിലാണ് വരിക. യഫ്അലു യഫ്അലാനി യഫ്അലൂന, തഫ്അലു തഫ്അലാനി യഫ്അൽന. ഒന്ന് പറഞ്ഞ മക്കളെ, യഫ്അലു യഫ്അലാനി യഫ്അലൂന, തഫ്അലു തഫ്അലാനി യഫ്അൽന. സെറ്റ് അല്ലേ? ഇതേ രൂപത്തിൽ തന്നെയാണ് മുളാരി ഏത് ഫീൽ എടുത്താലും വരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ
6 ടേമുകൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്? മാളിയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുഫ്രദ് ഉണ്ട്, മുസന്നയുണ്ട്, ജമ ഉണ്ട്, മുദക്കർ ഉണ്ട്, മുഅന്നസ് ഉണ്ട്. മുദക്കർ എന്ന് പറഞ്ഞാൽ പുരുഷനാണ്, മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്, മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒരാളാണ്, മുസന്ന എന്ന് പറഞ്ഞാൽ 2 ആളാണ്, ജം എന്ന് പറഞ്ഞാൽ 3 അതിലധികമോ കൂടുതൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ യഫ്അലു എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത് ഒരു പുരുഷൻ പ്രവർത്തിക്കുന്നു എന്ന അർത്ഥത്തിന് വേണ്ടിയിട്ടാണ്. യഫ്അലാനി എന്ന് ഉപയോഗിക്കാറുള്ളത് 2 പുരുഷന്മാർ പ്രവർത്തിക്കുന്നു എന്നുള്ള അർത്ഥത്തിനാണ്. യഫ്അലൂന എന്ന് ഉപയോഗിക്കാറുള്ളത് 3 പുരുഷന്മാർ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ പുരുഷന്മാർ പ്രവർത്തിക്കുന്നു എന്ന അർത്ഥം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ എന്തായിരിക്കും പറയുക? യെസ്, തഫ്അലു എന്ന് പറയണം. ഒരു സ്ത്രീ ആണെങ്കിൽ തഫ്അലു, കാരണം മുഫ്രദ് മുഅന്നസിന് തഫ്അലു എന്നാണ്. 2 സ്ത്രീകളാണെങ്കിൽ തഫ്അലാനി എന്നാണ്, കുറേ സ്ത്രീകളാണെങ്കിൽ യഫ്അൽന എന്നാണ് അല്ലേ. അപ്പോൾ ഈ തർജു എന്നുള്ളത് നമുക്ക് ഫില്ല് ചെയ്ത് നോക്കാം. യർജു എന്ന് ഇവിടെ വരുമില്ലേ, യർജിഉ, യർജിആനി, യർജിഊന, പിന്നെ തർജു ഇവിടെ ഉണ്ട്, തർജിആനി, യർജിഅന, സെറ്റല്ലേ, യർജിഅന. യെസ്. അപ്പോൾ ഇനി വേറെ ഫീൽ എടുത്ത് നോക്കൂ. യജ്ലിസു, യജ്ലിസാനി, യജ്ലിസൂന, തജ്ലിസു, തജ്ലിസാനി, യജ്ലിസ്ന. ഇതേ രൂപത്തിലേ വരികയുള്ളൂ. ഓക്കെ അല്ലേ? ഇനി നിങ്ങളോട് ചിലപ്പോൾ ചോദ്യം ചോദിച്ചേക്കാം. എങ്ങനെ ചോദിച്ചേക്കാം? മാലി മുതാരി എൻ്റെ മക്കൾക്ക് ഇപ്പോൾ സെറ്റായില്ലേ? മാലിയായ ഫീലിൻ്റെ 6 ടൈമുകൾ പഠിച്ചു. ചിലപ്പോൾ ഇത് തന്നെ പൂരിപ്പിക്കാൻ ചോദിച്ചേക്കാം. മാലിയ ഫീൽ ഡയറക്റ്റ് പൂരിപ്പിക്കാൻ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ മുലാരിയായ ഫീൽ ഡയറക്റ്റ് പൂരിപ്പിക്കാൻ ചോദിച്ചേക്കാം. മാലിയായ ഫീൽ 6 എവിടെയൊക്കെയാണ് എൻ്റെ മക്കൾക്ക് മനസ്സിലായി. മുലാരിയായ ഫീൽ 6 അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എൻ്റെ മക്കൾക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ രൂപത്തിലൊരു ചോദ്യം വന്നാലടാ, അതായത് മാലിയായ ഫീലുകൾ ഉപയോഗിച്ചിട്ട് ഇവിടെ തരും, ഇതൊക്കെ മുലാരിയിലേക്ക് മാറ്റാൻ വേണ്ടി തരും. ഈ ഒരു പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രാഫിലുള്ള മാലിയായ ഫീലൊക്കെ മുലാരിയിലേക്ക് മാറ്റുക. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ എൻ്റെ മക്കൾ ഇനി പേടിക്കാതെ ആൻസർ ചെയ്യണം. ആ തന്ന മാലിയായ ഫീൽ ഏതിൻ്റെ സ്ഥാനത്താണുള്ളത്, ആ സ്ഥാനത്തിലുള്ള മുലാരിയായ ഫീൽ എടുത്ത് എഴുതുക. പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇവിടെ ഈ ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ഇവിടെ ബഅദ അയ്യാമിന് റജഅത്ത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ റജഅത്ത് എന്ന് പറയുന്നത് ഒരു മാലിയായ ഫീലാണ് അല്ലേ. റജഅത്ത് എന്ന് പറയുന്നത് ഒരു മാലിയായ ഫീലാണ്. മാലിയായ ഫീൽ എവിടെ, ഏതാണ് ഇതിൻ്റെ സ്ഥാനം? റജഅ, റജഅ, റജഉ, റജഅത്ത്. അതായത് ഒരു പെണ്ണിന് വേണ്ടിയിട്ടുള്ളതാണ് റജഅത്ത് എന്നുള്ള ടൈമിൽ. ഇത് മനസ്സിലാക്കാൻ ഒരു താ ഉണ്ടാവും. ഒരു പുരുഷനാണെങ്കിൽ റജഅ എന്നായിരിക്കും, ഒരു പെണ്ണാകുമ്പോൾ റജഅത്ത് എന്നൊരു താ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ അല്ലേ? അപ്പോൾ റജഅത്ത് എന്ന് പറയുന്നത് ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതേ സ്ഥാനത്ത് വരുന്ന മുലാരി ഏതാണെന്ന് നോക്കുക. അപ്പോൾ റജഅൻ്റെ മുലാരി നമ്മൾ എടുക്കുന്നു യർജിഉ, ഫഅലിൻ്റെ മുലാരി യഫ്അലു എടുത്തതുപോലെ റജഅൻ്റെ മുലാരി നമ്മൾ എടുക്കുന്നു യർജിഉ അല്ലേ. എന്നിട്ട് യർജിഉ, യർജിആനി, യർജിഊന, തർജു എന്നാണ് ഇതിൻ്റെ മുലാരി വരിക. ഓക്കെ അല്ലേ? തർജിഉ. കാരണം റജഅത്ത് എന്നുള്ളത് ഒരു പെണ്ണിന് വേണ്ടിയിട്ടുള്ള മാലിയായ ടൈമായിരുന്നു. അതിൻ്റെ സെയിം സ്ഥാനത്ത് വരുന്ന മുലാരിയായ ടൈം തർജിഉ എന്നാകുന്നു. സെറ്റല്ലേ? അടുത്തതാണ് ഇത്. അടുത്ത് ഇങ്ങനെ പോന്നിട്ട് കാനൽ ബൈത്തു മലീഅൻ ബിൽ ഔസ അല്ലേ. കാനൽ ബൈത്തു മലീഅൻ ബിൽ ഔസ. എന്നിട്ട് നല്ലഫ എന്ന് കാണുന്നുണ്ട്. നല്ലഫ അല്ലേ, നല്ലഫ. നല്ലഫ എന്നുള്ളത് ഏതാടാ? നല്ലഫ എന്നുള്ളത് ഒരു പുരുഷനുള്ള ഫെയിലാണ് അല്ലേ. നല്ലഫ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമാണ്, അതായത് ഒരു പുരുഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ നേരെ മുലാരി ഏതായിരിക്കും? അതേ സ്ഥാനത്ത് വരുന്ന മുലാരി യുനല്ലിഫു എന്നായിരിക്കും അല്ലേ. നല്ലഫ, യുനല്ലിഫു എന്നായിരിക്കും. സെറ്റല്ലേ? ഓക്കെ, ഇങ്ങനെ കണ്ടെത്താം. പിന്നെ ഏതാളേ? സാഅദ എന്ന് കാണുന്നുണ്ടല്ലേ. സാഅദ എന്ന് കാണുന്നുണ്ട്. സാഅദ എന്ന് പറയുന്നത് സാഅദ എന്ന് പറയുന്നത് എന്താണ്? ഒരു പുരുഷന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. ഫഅലയുടെ സ്ഥാനത്താണ്. അതിന് നേരെ മുലാരി എന്താകും? സാഅദ യുസാഇദു എന്നാകും. സാഅദ എന്നുള്ളത് യുസാഇദു എന്നാകും. ഓക്കെ അല്ലേ? അടുത്തതാണ് ഇത് വസല എന്ന് പറയുന്നത് അല്ലേ. വസല. വസല എന്ന് പറയുന്നത് 2 പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. വസല, വസല എന്നായിരിക്കും. ഫഅല, ഫഅല എന്ന് മാലി വരുന്നത് പോലെ മുസന്നയായിട്ടുള്ള മുദക്കറാണ്. 2 പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വസല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ മുലാരി ഏതായിരിക്കും? യഗ്സിലു അല്ലേ മുലാരി എടുക്കുക. യഗ്സിലു, യഗ്സിലാനി എന്ന് വരൂലേ. ഓക്കെ അല്ലേ? അപ്പോൾ വസല എന്നുള്ളത് എന്താണ്? യഗ്സിലാനി എന്നായിരിക്കും അതിൻ്റെ മുലാരി ഉണ്ടാവുക. ഓക്കെ അല്ലേ? യഗ്സിലാനി. ഓക്കെ, സെറ്റല്ലേ? പിന്നെ ഏതുണ്ടടാ? പിന്നെ എങ്ങനെ വന്നിട്ട് നല്ലഫ്ന എന്ന് കാണുന്നുണ്ട്. നല്ലഫ്ന എന്ത്? നല്ലഫ്ന. അപ്പം നല്ലഫ് എന്ന് സൊർഫാക്കി നോക്കുക. നല്ലഫ, നല്ലഫ, നല്ലഫു, നല്ലഫത്ത്, നല്ലഫത്ത, നല്ലഫ്ന. നല്ലഫ്ന എന്ന് പറയുന്നത് ജംഅ മുഅന്നസ് ആണ്, ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നേരെ അതിൻ്റെ മുലാരി യുനല്ലിഫു, യുനല്ലിഫാനി, യുനല്ലിഫൂന, തുനല്ലിഫു, തുനല്ലിഫാനി,
യുനല്ലിഫ്ന എന്ത് യുനല്ലിഫ്ന എന്നതിൻ്റെ മുലാരി വരും യുനല്ലിഫ്ന. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇങ്ങനെയാണ് നിങ്ങൾ ഇത് എടുക്കേണ്ടത് അല്ലേ. അടുത്ത ഏറ്റവും ലാസ്റ്റത്തെ റത്തബത്ത എന്ന് കാണുന്നുണ്ട്. റത്തബത്ത എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? റത്തബ റത്തബ റത്തബു റത്തബത്ത് റത്തബത്ത. അതായത് മുസന്ന മുഅന്നസാണ്, രണ്ട് സ്ത്രീകളാണ് റത്തബത്ത എന്നുള്ളത്. അപ്പം അതിൻ്റെ നേരെ സ്ഥാനത്ത് വരുന്ന മുലാരിയായ ഫീൽ യുറത്തിബുലെ. റത്തബൻ്റെ മുലാരി യുറത്തിബു, യുറത്തിബു യുറത്തിബാനി യുറത്തിബൂന, തുറത്തിബു തുറത്തിബാനി. എന്ത് തുറത്തിബാനി എന്നായിരിക്കും വരിക? തുറത്തിബാനി. ഓക്കെ, സെറ്റല്ല മക്കളെ? തുറത്തിബാനി അല്ലേ. യുറത്തിബു യുറത്തിബാനി യുറത്തിബൂന, തുറത്തിബു തുറത്തിബാനി, രണ്ട് സ്ത്രീകൾ എന്നുള്ള സ്ഥാനത്ത് അത് വരണം. ഓക്കെ അല്ലേ? ഇനി ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞു തരാം. അതായത് മുഅന്നസ് ആണെങ്കിൽ അതിൻ്റെ മാലിയ ഫീൽ എപ്പോഴും ഒരു ത ഉണ്ടാകും. ഓക്കെ അല്ലേ? ഫഅലൻ്റെ ഫഅലത്ത്, കത്തബൻ്റെ കത്തബത്ത്. ഇങ്ങനെ നമുക്ക് ഫസ്റ്റ് ടൈം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ഫെയിൽ എടുത്താൽ ഇതേ രൂപത്തിലാണ് നിങ്ങൾ സൊർഫാക്കേണ്ടത്. മാദിക്ക് 6 ടൈം ഉണ്ട്, അത് എവിടെയൊക്കെ ഉപയോഗിക്കണം എന്ന് സെറ്റാണ്. മുലാരിക്ക് 6 ടൈം ഉണ്ട്, അത് എവിടെയൊക്കെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ സെറ്റാണ്. 6 ടൈം മാത്രമല്ല ഇട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഒരു 6 ടൈമിനെ കുറിച്ച് മാത്രമാണ്. അതിൻ്റെ അടിയിലോട്ടുമുണ്ട്, അത് നമ്മൾ ഇപ്പോൾ എന്താകുന്നില്ല, ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ പഠിക്കേണ്ടതില്ല. ഓക്കെ അല്ലേ? അപ്പോൾ അത് എവിടെയൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സെറ്റാണ്. മാലി തന്ന് മുലാരിയാക്കാൻ പറഞ്ഞാലും മുലാരി തന്ന് മാലിയാക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മാറിപ്പോകരുത്. തന്ന മാലിയുടെ സ്ഥാനം എന്താണോ അതേ സ്ഥാനത്ത് വരുന്ന മുലാരി ഏതാണെന്ന് കണ്ടെത്തുക, അത് എഴുതി കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു എക്സാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് രാത്രി നടക്കുന്ന പ്രഡിക്ഷൻ ലൈവിലേക്ക് നിങ്ങൾ എല്ലാവരെയും എന്തായാലും വരണം. കാരണം ഒരുപാട് ചോദ്യങ്ങൾ നമ്മളവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.